നൗഫൽ ഒരു രീതിയിലും ദയ അർഹിക്കുന്നില്ല. 2020 കോവിഡ് കാലത്ത് 19-കാരിയായ കോവിഡ് രോഗിയെ ആംബുലൻസിനുള്ളിൽ വെച്ച് ആംബുലൻസ് ഡ്രൈവറായ നൗഫൽ ക്രൂരമായി പീഡിപ്പിച്ചു. കോവിഡ് രോഗിയെ കോവിഡ് സെന്ററിലേക്ക് കൊണ്ടുപോകും വഴി പത്തനംതിട്ട ആറന്മുളയിൽ വെച്ചാണ് പ്രതി കുറ്റകൃത്യം ചെയ്തത്. പീഡനശേഷം പെൺകുട്ടിയെ നൗഫൽ കോവിഡ് സെന്ററിന് മുന്നിൽ ഇറക്കിവിട്ടു. പെൺകുട്ടി ബന്ധുക്കളെയും ആരോഗ്യവകുപ്പ് ജീവനക്കാരെയും വിവരമറിയിച്ചു. പോലീസ് പ്രതിയെ പിടികൂടി. പീഡനശേഷം പ്രതി പെൺകുട്ടിയോട് മാപ്പ് പറഞ്ഞു. മാപ്പ് പറയുന്നത് പെൺകുട്ടി മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തു. ഈ തെളിവ് പെൺകുട്ടി കോടതിയിൽ ഹാജരാക്കി. ആംബുലൻസിൽ GPS സംവിധാനം ഉണ്ടായിരുന്നതിനാൽ പീഡനം നടത്തിയ സ്ഥലത്ത് ആംബുലൻസ് എത്തിയതും തെളിയിക്കാനായി. പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചു. പ്രതിക്കെതിരായ എല്ലാ തെളിവുകളും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നുവെന്ന് അഡീഷണൽ SP R വിനു പറഞ്ഞു. പ്രധാന പെൺകുട്ടിയുടെ റേപ്പ് തെളിഞ്ഞു. DNA റിസൾട്ട് കിട്ടിയുണ്ടായി. പിന്നെ സാക്ഷികളെല്ലാം തന്നെ പറയുകയുണ്ടായി. പിന്നെ ആംബുലൻസ് GPS ട്രാക്ക്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളും എടുത്ത് കോടതിയിൽ ഹാജരാക്കിയുണ്ടായി. വിചാരണയ്ക്കിടെ കോടതി 55 സാക്ഷികളെ വിസ്തരിച്ചു. 87 രേഖകളും 12 തൊണ്ടിമുതലുകളും പരിശോധിച്ചു. എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞതായി പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ T ഹരികൃഷ്ണൻ വ്യക്തമാക്കി. 55 സാക്ഷികളെ വിസ്തരിച്ചു. 83 രേഖകൾ ഹാജരാക്കി. അതിൽ GPS ആംബുലൻസിൽ ഘടിപ്പിച്ചിരുന്ന GPS മുഖേന ലഭിച്ച ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അത് വാഹനം പോയ റൂട്ട് മാപ്പ്, കൂടാതെ ബലാത്സംഗത്തെ സംബന്ധിച്ച് DNA തെളിവുകൾ എന്നിവ ശാസ്ത്രീയ തെളിവുകൾ വളരെ നല്ല രീതിയിൽ പ്രോസിക്യൂഷന് സഹായകരമായി വന്നിട്ടുണ്ട്. വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് പ്രതി കായംകുളം സ്വദേശി നൗഫൽ. രാജ്യത്താദ്യമായി പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം വിചാരണ പൂർണ്ണമായും വീഡിയോയിൽ പകർത്താൻ ഹൈക്കോടതി ഉത്തരവിട്ട കേസ് കൂടിയാണിത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.